കഥികനല്ല കലാകാരനല്ല ഞാൻ, കേവലം വെറും സഹയാത്രിക ഞാൻ. മടൈപ്പറ 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 കേട്ട് കേട്ട് മടുത്തിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും ഒരു മടൈപ്പറ വീഡിയോയിൽ വന്നതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. മടൈപ്പറയിലെ കാണാ മായാജാല കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അതായത് വത്സം, ഇവിടെ ഒരു കാണാക്കുഴിയുണ്ട്. ചെന്ന് വീട് പണ്ടാരടങ്ങട്ടാന്ന് വിചാരിച്ച് പറഞ്ഞു തരുന്നതാണ്. അവിടെ അന്യർക്ക് പ്രവേശനമില്ലാന്നൊരു ബോർഡ് അതിന്റെ ചേട്ടൻ വീഡിയോയിൽ പകർത്തിട്ട് കാണില്ല. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോകും, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യും. ഒരു തരം ത്വര. അങ്ങനെ അട്ടം നോക്കി നടന്ന് ചെന്നെത്തിയത് ഒരു കുഴിയുടെ മുന്നിൽ. എൻ്റെ അമ്മോ, വീണ ശുന്നും പറഞ്ഞ് മേലോട്ട് വേഗം പോകാം. ഈ കുഴി നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നമ്മളെ മഞ്ഞുമിൽ ബോയ്സിൽ. അതിലൊരു അംശം പോലും വരില്ലെങ്കിലും എന്നെ ഈ കുഴി ഒന്ന് പേടിപ്പിച്ചു. മാടായിപ്പാറ രണ്ടായി പറഞ്ഞിരിക്കുന്നു. അറ്റം കണ്ടോ എവിടെ അറ്റം ഉണ്ടോ എന്ന് തന്നെ സംശയം. ഇങ്ങനെയുള്ള കുഴി കണ്ടാൽ പിന്നെയും എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ വൃത്തികെട്ട സ്വഭാവം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. മതി പോകാന്ന് കേട്ട്. അയ്യോ ചേട്ടാ പോകല്ലേ, ഒരു വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം. ഹായ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ് ഞാൻ ഓടി. എന്തോന്ന് വെള്ളച്ചാട്ടം? ചിലപ്പം വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയം ആയതുകൊണ്ടാവണം അങ്ങനെ നാണിച്ചിരിക്കുന്ന വെള്ളച്ചാട്ടം കണ്ട് ഞങ്ങൾ മടങ്ങി. വേണ്ടേ വണ്ടികളുടെ നിര. ഇതിന് മാത്രം എന്ത് തേങ്ങയാണ് ഈ മാടായിപ്പാറയിലെന്ന് ഞാൻ ചോദിക്കും. കാരണം 5-8 കൊല്ലം ചവിട്ടിത്തെച്ച ഈ മാടായിപ്പാറയുടെ ഭംഗി ഞാൻ ആസ്വദിച്ചു തുടങ്ങിയത് വണ്ടികളുടെ നിരകൾ കണ്ടിട്ടാണ്. അല്ലേലും സ്വന്തം വീട്ടിലെ കറിയുടെ സ്വാദ് അപ്പുറത്തെ വീട്ടിലവൻ പറയുമ്പോൾ ആ സ്വാദ് ആസ്വദിക്കുന്നവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് സ്വന്തം വീട്ടിലെ കറിയുടെ സ്വാദ് ആസ്വദിക്കേണ്ട മക്കളെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ, ശുഭദിനം.